പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും കാണണമെന്നൊരു തോന്നൽ. എന്താ വിളിച്ചത്? എന്നോട് ക്ഷമിക്കണം, പ്രിൻസിപ്പൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛൻ വന്നിട്ട് പോരെ സർ? അച്ഛനെയല്ല, ഇവരെ കാണാനാണ് ഞാൻ വന്നത്. ലേഡീസ് ഹോസ്റ്റലിൽ മദ്യത്തിന്റെ ഗന്ധം. ഞാൻ അച്ഛനെ ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം. വളരെ ബോൾഡായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഇങ്ങനെ വിറയ്ക്കാനും വേർക്കാനും ഒന്നും പാടില്ലല്ലോ. എന്ത് പറ്റി? രമേശിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. രമേശിനെ കുറിച്ച് അറിയാനല്ല, മിനിസ്റ്റർ നടേശന്റെ മരണത്തെ കുറിച്ച്. മരിച്ചതല്ല, കൊന്നതാണ്. ആരാണ് സാർ കൊന്നത്? ഞാൻ കണ്ടില്ല. കൊന്നയാൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. നിങ്ങളോട് വല്ലതും പറഞ്ഞോ? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. അറിയില്ല? ഇല്ല. ദുർഗ സാർ. ഹമീദേ, ഇയാളെ അറിയോ? അതല്ല, ഇയാളെ അറിയോ? ഇല്ല സാർ. താൻ പറഞ്ഞ രണ്ടുപേരിൽ ഈ കുട്ടിയുണ്ടോ? തന്നെ. ഇത് തന്നെ സാർ സോഫിയോഗ്രാഫ്. ഹമീദേ, വേലായുധനെ കൊണ്ടുപോയിക്കോളൂ. ഇനിയിപ്പൊ സാനിയ മിർസ കൂടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. എവിടെ ഉണ്ടെന്ന് പറയൂ. കുളിക്കാണോ അല്ല കുളിക്കും പോലെ കളിക്കാണോ? സഞ്ചരിച്ച വണ്ടി സ്കൂട്ടി പെപ്പ്. ചെന്നു, നിമിഷ നേരം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു, പറന്നിങ് പോന്നു. ഇല്ല സാർ, ഞങ്ങൾ അവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. അപ്പൊ അവിടെ പോയിരുന്നു. ദുർഗ സാർ, സാനിയ മിർസയോട് ബാത്റൂം തുറക്കാൻ പറയൂ. കുട്ടി, വാതിൽ തുറക്കൂ. ഓപ്പൺ ദി ഡോർ. ദർവാസ ഖോലോ. ബഹുഭാഷ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. കതക് തുറക്കാനാ പറഞ്ഞേ. ലേഖേ, ആരാത്? കമ്മീഷണർ കർത്ത സാറാണ്. നീ വാതിൽ തുറക്ക്. അയ്യോ, ഞാൻ കുളിക്കുവാ. ഒരുപാട് കുളിച്ചാ പനി പിടിക്കും. വാതിൽ തുറക്കു കൂട്ടി. സാറ് പറഞ്ഞത് കേട്ടില്ലേ? കതക് തുറക്കാൻ. തുറക്കാനാ പറഞ്ഞത്. തുറക്കാം. അയ്യോ, വാതിലടക്കാൻ പറയൂ. കുളിക്കുകയാണെങ്കിലും കുളിക്കല്ലെങ്കിലും ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് നടപടി എടുക്കണമെന്നും പിടികിട്ടുന്നില്ല. നിന്ന് കിണിക്കുകയാണോ? ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ്സിനെ പറ്റി ഓർമ്മ വേണം. അയ്യോ സാർ, ഞാനത് അറിയാതെ. എന്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണിത്. ആ കുട്ടിയോട് എന്തെങ്കിലും ഒരു ഡ്രസ് എടുത്തിട്ട് പുറത്തേക്ക് വരാൻ പറയും. ലേഖ വരൂ. കുട്ടി, വേഗം ഡ്രസ് ചെയ്തു വരൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി. നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് മിനിസ്റ്ററെ കാണാൻ പോയത്? രമേശ് പോലീസിന്റെ കയ്യിൽ പെട്ടാ പിന്നെ ബോഡി പോലും കാണാൻ പറ്റില്ലെന്ന് സ്റ്റീഫൻ പറഞ്ഞപ്പോ ഞങ്ങൾ ആകെ പേടിച്ചു പോയി. സ്റ്റീഫൻ എന്ന് പറയുന്നത് റബൽ ഗ്രൂപ്പിന്റെ ലീഡർ അല്ലേ? അതെ സാർ, അവനാണ് ഞങ്ങള് രമേശിനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞുണ്ടാക്കിയത്. രമേശിനെ പോലീസ് പിടിച്ചോ സാർ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. രമേശ് പേടിക്കണ്ട, അവര് പുറത്തേക്ക് പോയി. ഇങ്ങോട്ട് നോക്കി. എന്റെ ജീവൻ കളഞ്ഞ ഞാൻ നിന്നെ രക്ഷിക്കും. ആർക്കും വിട്ടുകൊടുക്കില്ല, സത്യം. അപ്പൊ സമയം എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 8:30, 9 കാണും സാർ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നുകിൽ 8:30 അല്ലെങ്കിൽ 9. പറയുന്ന ഓരോ ഉത്തരവും സൂക്ഷിക്കണം. തെറ്റി പറയുന്ന ഒരു ഉത്തരം മതി കൊലക്കയറി വിടാൻ. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല സാർ. ഇന്ന് ഈ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം ഏതാനും മണിക്കൂറുകൾക്കകം മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം അല്ലേ? സാർ, ലേഖ മുറിയിലിരുന്നോളൂ. ശരി സാർ. ഞാൻ വിളിപ്പിക്കാം. ജോലി ഇരിക്കൂ. വരൂ കുട്ടി. കുളിക്കുമ്പോ കഥ തുറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതും ബാച്ചലറായ എന്റെ മുമ്പില്. സോറി സാർ, പെട്ടെന്ന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഞാൻ പേടിച്ചു പോയി. എന്തിനാ പേടിച്ചത്? അത് പേടിക്കണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം. പേടിക്കണ്ട. ഇങ്ങനെ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞങ്ങളുടെ രീതിയാ. രണ്ടാളും പറയുന്നതിന് വല്ല പൊരുത്തക്കേടോ കള്ളത്തരോ ഉണ്ടോന്ന് അറിയാനാ.
ഈ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ? അതെ സർ. ഒരു മാറ്റമില്ലല്ലോ? ഇല്ല. എക്സ്ക്യൂസ് മി സർ, പ്രിൻസിപ്പൽ അച്ഛൻ തിരുമേനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. സമയം ഒരുപാടായി. ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് പോരേ സർ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. അയ്യോ സർ, പ്രിൻസിപ്പൽ അച്ഛൻ വന്നിട്ട് ഇവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാം സർ. ദേവി ഇത് ഈ രാത്രിയിൽ ഹോസ്റ്റലിൽ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഇവിടം വിട്ട് എങ്ങോട്ടും പോവില്ല സർ. ഓക്കെ, നാളെ ഞാൻ പറയുന്നിടത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കണം. ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുടെ അവസ്ഥ അറിയാലോ? ദുർഗ, കമോൺ. സർ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, സഭയ്ക്കും തിരുമേനിമാർക്കും ഇപ്പൊ മോശ കാലഘട്ട. പിന്നെ വൈദികനായ എന്റെ കാര്യം പറയണോ? എനിക്കാകെ തല കറങ്ങുന്നത് പോലെ. അതെന്നാ ടെൻഷൻ മാറ്റാൻ നീ രാവിലെ തന്നെ 2 വിട്ടോ? അയ്യോ, പോലീസുകാർക്ക് സംശയിക്കാൻ ഇത് മതി. സൂക്ഷിച്ചു വേണം. നടക്കാം. വീടിന്റെ മുൻവശം നിറയെ പോലീസാ. നമ്മുടെ ആൾക്കാർ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ സർ, ബോഡി ഞങ്ങൾക്ക് അകത്ത് കയറി ഒന്ന് കാണാമോ സർ? നോ, ഇപ്പൊ ആരെയും അകത്തേക്ക് കടത്തി വിടാൻ നിവൃത്തിയില്ല. ബോഡി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. സർ, ഫോണൊന്നും ഇങ്ങോട്ട് തരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നടേശ് സാറിന്റെ അനിയൻ ലണ്ടനിൽ നിന്ന്. ആണോ? എന്നാ അത് പറയണ്ടേ? ദിനേശനാ? പുറപ്പെട്ടില്ലേ? അയ്യോ, ഈ അവസ്ഥയിൽ ബോഡി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് തൈക്കാട് ശ്മശാനത്തിൽ സംസ്കരിക്കും. എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. രാഷ്ട്രീയമല്ലേ, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇന്നലെ കോളേജിലുണ്ടായ കുഴപ്പങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇപ്പൊ ഒന്നും തീർത്ത് പറയാൻ പറ്റില്ല. ശരി. അവിടെ എന്തോ ബോംബ് പൊട്ടലും ബഹളം കാരണം ദിനേശിന് വരാൻ പറ്റില്ലെന്ന്. വിഘ്നേശ്വരൻ, അയാൾ എന്തോടെ നായ മണക്കുന്നതിൽ കുനിഞ്ഞു കിടന്ന് മണപ്പിക്കുന്നത്? പോലീസ് നായയുടെ പണി കൂടി ഏറ്റെടുത്തിരിക്കുക. മേലധികാരി ആയിപ്പോയില്ലേ സാർ? ഈ ഓയിൽ കലർന്ന മണ്ണെടുക്കണം. എടോ കമ്മീഷണറെ, താൻ ഇവിടെ കുനിഞ്ഞിരുന്ന് എന്തെടുക്കുവാടോ? മണ്ണെണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്ന ഓടി അലഞ്ഞൊരു ഓട്ടോറിക്ഷ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചു ഓടുന്നതാണോ വെളിച്ചെണ്ണ ഒഴിച്ചു ഓടുന്നതാണോ എന്നുള്ളതല്ല പ്രശ്നം. ഓട്ടോയിൽ വന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. പലതും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സാർ, നടേശൻ സാറിന്റെ കുക്കായിരുന്ന അറുമുഖന്റെ വീട്ടിൽ പോയിരുന്നു. അവൻ ഇന്നലെ രാത്രി പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. നടേശൻ സാറിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? അടുത്താൽ ഏത് ശത്രുവും നടേശൻ സാറിന്റെ മിത്രമാണ്. പിന്നെ അകലത്തിലൊരു ശത്രുവുണ്ട്, നടേശൻ സാറിന്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആള്. അതാരാ? ലീഡർ KR. നമസ്കാരം സർ. നമസ്കാരം സർ. എന്താ മേരി പയസേ, ഹോസ്റ്റലിലെ ഡിസിപ്ലിൻ ഒക്കെ കളഞ്ഞു കുളിച്ചോ? പ്രിൻസിപ്പൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ അച്ഛോ ഇതൊക്കെ? KR സാറിന്റെ കൊച്ചുമകളായതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുപോയി. അതിന്റെ കുഴപ്പാ. രണ്ടാളും കൂടി ഇത്രയും ഒപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വേണ്ടാത്ത റിസ്ക് എടുക്കണ്ടെന്ന് മോളോട് മുത്തശ്ശൻ പറഞ്ഞതല്ലേ? രാത്രി സമയത്ത് ഈ ഗസ്റ്റ് ഹൗസിൽ നടേശനെ കാണാൻ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വന്നത്? ആള് മരിച്ചെങ്കിലും അവന്റെ കയ്യിലിരിപ്പിനെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു സ്ഥലത്ത് കുട്ടികളെ വിളിച്ചു വരുത്തണമായിരുന്നു. സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ ഡ്യൂട്ടിയല്ലേ സാർ? ചിലപ്പോ ഇവർ ഈ കേസിലെ പ്രതികളായിരിക്കാം, അല്ലെങ്കിൽ പ്രധാന സാക്ഷികളായിരിക്കാം. രണ്ടായാലും ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. അച്ഛനും അമ്മയും കൊച്ചിലെ മരിച്ച കുട്ടിയാ ലേഖ. ജൂലിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തുമില്ല. അവരെ കൂടുതൽ വിഷമിപ്പിക്കാതെ. ഞാൻ ഇവരെ ഇപ്പൊ കസ്റ്റഡിയിൽ ഒന്നും എടുക്കുന്നില്ല. ചില വിവരങ്ങൾ ചോദിച്ചിട്ട് വിട്ടേക്കാം. കമാ വരൂ. ചെല്ലേ. നടേശൻ സാറെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് സാറാണല്ലോ. 2 വാക്ക്. എന്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് അവൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പിന്നീട് എന്നെ വിട്ടുപോയെങ്കിലും രാഷ്ട്രീയ രംഗത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള വ്യക്തികൾ വളരെ കുറവാണ്. എനിക്ക് എന്റെ ഒരു മകൻ നഷ്ടപ്പെട്ടതുപോലെയാണ്. എനിക്കൊന്നും അറിയണ്ട. എന്റെ മോനെ ഞാൻ ഇവിടെ കണ്ടിട്ടാ പോയത്. അവൻ എവിടെ പോയി? അവനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അമ്മച്ചിയുടെ സെന്റിമെന്റ്സ് കലക്കുന്നുണ്ടല്ലോടാ. ഇടിയങ്കർത്താ. പാപ്പച്ചൻ കോൺട്രാക്ടറുടെ മോനല്ലേ? അല്ല, സ്റ്റീഫന്റെ തന്തയാ പാപ്പച്ചൻ കോൺട്രാക്ടർ. ഉറപ്പുണ്ടോ? കണ്ടോ, അവന് ഉറപ്പില്ല. മിണ്ടി പോകരുത്. മോന്റെ കൈക്കെന്ത് പറ്റി? ബൈക്കിൽ നിന്ന് വീണതാ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീതിമാന്മാർ സ്തുതിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. കൊല്ലപ്പെട്ടത് ഹോം മിനിസ്റ്റർ ആണെന്ന് ഓർമ്മ വേണം. ഈ അമ്മയും ഈ അച്ഛനും ചേർന്ന് രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സാർ, ദൈവദോഷം പറയരുത്. അന്ന് സ്വന്തം അമ്മയെ അധിക്ഷേപിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് അവന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവാം. അത് വെച്ച് ഈ കൊലപാതകം അവന്റെ തലയിൽ കെട്ടിവെക്കരുത്. അവനത് ചെയ്യില്ല സാർ. എന്റെ മോനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് അവനെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറ. ആ കൊള്ളാം. ഹോം മിനിസ്റ്ററുടെ പേരിൽ കഥ ചമച്ചുണ്ടാക്കിയ കഥാകാരി ഇപ്പൊ പോലീസിനെ പറ്റി പുതിയ കഥ എഴുതുകയാണല്ലേ? അവൻ എവിടെ ഉണ്ടെന്ന് പറ. പിടിച്ചോണ്ടേ തല്ലിക്കൊന്ന് കൂച്ചുമൂടിട്ടിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക കമ്മീഷണർ സാർ. ഇതുപോലുള്ള കളികൾ മുമ്പും കുറെ കളിച്ചിട്ടുള്ളതാ പോലീസ്. കക്കാൻ ക്യാമ്പിലെ രാജൻ കൊലക്കേസ് പോലെ തന്നെയായിരിക്കും രമേശിന്റെയും ഗതി. നിന്റെ ഗതി അതിലും മോശമായിരിക്കും. ഇഫ് യു ഡോണ്ട് ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. നന്ദിനി, എന്താ ഇത്? നിങ്ങൾ നോക്കിക്കോ, എന്റെ മോൻ എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ. നന്ദിനി, അവിവേകം ഒന്നും കാണിക്കരുത്. ആന്റി, മേരി മാഡത്തിന്റെ മുമ്പിൽ കൂടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ശ്വാസം നിന്ന പോലെ ആയിപ്പോയി. ജസ്റ്റ് എസ്കേപ്പാ. ഈശ്വരൻ കാത്തു. പറഞ്ഞ ഒക്കെ തന്റെ അമ്മ ഓർത്തിട്ടാ. തന്നെ കണ്ടില്ലെങ്കിൽ ചത്തുകളയൊന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഈ റിസ്ക് എടുത്തത്. അമ്മ എന്തെങ്കിലും കടുങ്ക ചെയ്യുന്ന എന്റെ പേടി. താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്നെ കണ്ട ആരെങ്കിലും തിരിച്ചറിഞ്ഞ പ്രശ്ന. അമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് വരണം. ഹലോ, പേടിക്കണ്ട. ഐ എം CI വിഘ്നേഷ്. ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പരിസരത്ത് പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. കുട്ടിയേതാ? നീ അവനല്ലേ? വേഗം പിടികിട്ടി ഡിക്കിലാകെ പിടിച്ചത്. എന്താണോ നോക്കിയിരിക്കുന്നത്? പോയി തൂക്കിയെടുത്തോണ്ട് വേണം. ഞാൻ തന്നെ വേണോ? പിന്നല്ലാതെ ഹലോ, മലയാള മനോരമല്ലേ? അതെ, നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കൊലയാളിയില്ലേ രമേശ്? അവൻ തന്നെ. അവനെ CI വിഘ്നേഷ് പിടികൂടി. പുള്ളിയുടെ ഫോട്ടോ ഇപ്പൊ തന്നെ ഓഫീസിൽ എത്തിച്ചേക്കാം. ഒന്ന് കാര്യമായിട്ട് കൊടുത്തേക്കണേ. ഹലോ, മാതൃഭൂമി. ഈ CI വിഘ്നേഷ് ആരാണെന്ന് നീ ഇന്നറിയും. പിടിച്ചോ അവരെ. ആ സ്റ്റുഡിയോയിൽ വിളിച്ച് ഫോട്ടോഗ്രാഫറെ വരാൻ പറ. എന്താണ് സർ? അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. എന്താണോ ഇത്? പോലീസിനെ